ഓക്കെ, സോ മൊഡ്യൂൾ 3 രണ്ട് കണ്ടന്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ബിസിനസ് പ്ലാൻ പ്രിപ്പറേഷൻ ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫിൽ പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ് പ്ലാൻ പ്രിപ്പറേഷൻ. ഓക്കെ, സോ ഒരു ബിസിനസ് ലോഞ്ച് ചെയ്യണമെങ്കിൽ ഈ രണ്ട് സാധനങ്ങളും, ഈ രണ്ട് ഡോക്യുമെന്റ്സും വേണം. ബിസിനസ് പ്ലാനും വേണം, അതുപോലെ പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ് പ്ലാനും വേണം. ബിസിനസ് പ്ലാനിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു കോംപ്രഹെൻസീവ് ഡോക്യുമെന്റ് ആണ്, ഒരു ഡോക്യുമെന്റ് ആണ് അത്. അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസിന്റെ ഗോൾസ്, സ്ട്രാറ്റജീസ്, ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ്, ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ അത് റോഡ് മാപ്പ് ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്താ പറയാ, ലോൺ കിട്ടാനായിട്ടും അതുപോലെ ഇൻവെസ്റ്റേഴ്സ് ഫണ്ട് റേസ് ചെയ്യാൻ, ഫണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഈ ഒരു ഡോക്യുമെന്റ് നോക്കിയിട്ട് അതിന്റെ ഒരു പെർഫെക്ഷൻ നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഈ ആൾക്കാർ അത് ലോൺ തരിക, അതുപോലെ ബാങ്കേഴ്സ് ലോൺ തരിക, അതുപോലെ ഇൻവെസ്റ്റേഴ്സ് ബിസിനസ്സിൽ പണം നിക്ഷേപിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, സോ ബിസിനസ് പ്ലാനിലെ കമ്പോണൻസ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദി കമ്പോണൻസ് അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് ബിസിനസ് പ്ലാൻ. അപ്പൊ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ബിസിനസ് പ്ലാനിൽ ഉണ്ടായിരിക്കും. എക്സിക്യൂട്ടീവ് സമ്മറി വായിച്ചു നോക്കുക, കമ്പനി ഡിസ്ക്രിപ്ഷൻ, ഓക്കെ, കമ്പനിയുടെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ, ദെൻ മാർക്കറ്റ് അനാലിസിസ്, അതുപോലെ ഇതാ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റിന് മാർക്കറ്റിൽ എത്ര ഡിമാൻഡ് ഉണ്ട്, അതുപോലെ മാർക്കറ്റ് ട്രെൻഡ് എന്താണ്, ആരൊക്കെയാണ് ടാർഗറ്റ് ഓഡിയൻസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും. ദെൻ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്, ഓക്കെ, ഒരു കമ്പനിയുടെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മളൊരു കമ്പനി ആണല്ലോ, ആ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് അതിന്റെ ബേസ് ആയിട്ടൊരു കമ്പനി ഉണ്ടായിരിക്കും. ആ കമ്പനിയുടെ സ്ട്രക്ചർ, അതിന്റെ ഹൈറാർക്കി, അതുപോലെ അതിന്റെ മാനേജ്മെന്റ് ടീം, ആ വക കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദെൻ ആ ഒരു നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓഫർ ചെയ്യുന്ന സർവീസ് എന്താണ്, അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ബുക്കിൽ ഉണ്ടായിരിക്കണം. ദെൻ അപ്പൊ അതൊക്കെ പറയുന്നുണ്ട് അല്ലെ, എങ്ങനെയാണ് അത് ഓഫർ ചെയ്യുക, അതിന്റെ USP, യുണീക് സെല്ലിംഗ് പ്രപ്പോസിഷൻ എന്താണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചാപ്റ്ററിൽ പറയുന്ന മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സ്ട്രാറ്റജി. ഓക്കെ, നിങ്ങളുടെ സർവീസ് ഓർ പ്രോഡക്റ്റ് അതിനെ സെല് ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജി എന്താണെന്നുള്ളതും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിക്കാട്ടോ, വാട്ട് ആർ ദി എലമെന്റ്സ് ഓഫ് ബിസിനസ് പ്ലാൻ എന്നുള്ളത് ചോദിക്കാം. അപ്പൊ അതിൽ ഈ ഒരു ഭാഗം വേണമെങ്കിൽ എന്താ പറയാ, മാറ്റി ചോദിക്കാം. ഓക്കെ, വാട്ട് എക്സ്പ്ലെയിൻ അബൌട്ട് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സ്ട്രാറ്റജി. അപ്പൊ അത് ചോദിക്കാറുണ്ട്. ഇതൊന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചോളൂ. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സ്ട്രാറ്റജിയിൽ കസ്റ്റമറിനെ അക്വയർ ചെയ്യാനുള്ള പദ്ധതികൾ നമുക്ക് അല്ലെ, എങ്ങനെയാണ്, ഹൗ യു ആർ, വാട്ട് ആർ യുവർ പ്ലാൻസ് ടു അക്വയർ ദ കസ്റ്റമേഴ്സ്, ദെൻ അവരെ നിലനിർത്തി പോകാനായിട്ടുള്ള കസ്റ്റമർ റിട്ടൻഷൻ ഉള്ള പ്ലാൻസ്, അതുപോലെ ഈ പ്രൊഡക്റ്റിന്റെ സെയിലിനെ പറ്റിയിട്ടുള്ള സ്ട്രാറ്റജി എന്താണ്, ദെൻ ഹൗ ആർ യു ഗോയിങ് ടു ഡിസ്ട്രിബ്യൂട്ട് യുവർ പ്രോഡക്റ്റ്, വാട്ട് ആർ ദി പ്രപ്പോസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്. ഓക്കെ, ദെൻ ബഡ്ജറ്റ് എങ്ങനെയാണ് ഉണ്ടാവുക, അതുപോലെ നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ് എന്താണ് എന്നൊക്കെയുള്ളതൊക്കെ ഇതിൽ വരുന്നു. ഓക്കെ, ദെൻ ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ് ഉള്ള ഒരു ഭാഗം നിങ്ങളുടെ ബിസിനസ് പ്ലാനിൽ ഉണ്ടായിരിക്കണം. എന്താണ് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റ്, എങ്ങനെയാണ് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റ് ചെയ്യുന്നത് അല്ലെ, എത്രയാണ് അതിൽ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻകം, എത്രയാണ് ഔട്ട് ഗോയിങ്സ് വരിക, അപ്പൊ എത്രയാണ് അതിൽ വരുന്ന ലാഭം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ചാപ്റ്റർ, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മീൻസ് എക്സ്പെക്റ്റഡ് ഇൻകം എത്രയാണെന്നുള്ളതൊക്കെ ആ ഒരു ഫിനാൻഷ്യൽ ഇതിലുണ്ടായിരിക്കണം, ബിസിനസ് പ്ലാനിൽ ഉണ്ടായിരിക്കണം. ദെൻ ഓപ്പറേഷൻ പ്ലാൻ എന്ന് പറയുന്ന ഒരു എലമെന്റും ഉണ്ടായിരിക്കണം. ഓപ്പറേഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു കമ്പനിയിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത് എന്നുള്ളത് ഓപ്പറേഷൻ പ്ലാൻ. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻ പ്ലാനിൽ വരുന്ന കാര്യങ്ങളാണ് എങ്ങനെയാണ് പ്രൊഡക്ഷൻ വരിക, പ്രൊഡക്ഷൻ എങ്ങനെയാണ് അല്ലെ, ഇപ്പൊ ഒരു കമ്പനി മാനുഫാക്ടറി ആകുമ്പോൾ അവിടെ പ്രൊഡക്ഷൻസ് എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കണേ, ഹൗ ദ പ്രോഡക്റ്റ് ഇസ് ക്രിയേറ്റഡ്, ഡെലിവേർഡ്, അങ്ങനെയുള്ള അതിന്റെ റോ മെറ്റീരിയൽസ് എപ്പോൾ എത്തും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ പറ്റി. അതുപോലെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, എങ്ങനെയാണ് റോ മെറ്റീരിയൽസ് എത്തുന്നത്, വാട്ട് ആർ ദ ലോജിസ്റ്റിക്സ്, എങ്ങനെയാണ് അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സ്റ്റാഫിംഗ് റിക്വയർമെന്റ്, എത്ര സ്റ്റാഫ് വേണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ, ഏത് ടൈപ്പ് വേണം, അവരുടെ റോൾസ് എന്താണ്. ദെൻ ക്വാളിറ്റി കൺട്രോൾ എങ്ങനെയാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ വക കാര്യങ്ങളൊക്കെയാണ് ഓപ്പറേഷൻ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നോക്കുക. ഓപ്പറേഷൻ പ്ലാനിന് മാത്രമായിട്ടൊരു പ്ലാൻ ഉണ്ടാവുകയാണെങ്കിൽ ഓപ്പറേഷൻ അല്ലെ, വട്ടാതി അവിടെ വരുന്ന വർക്കിനെയാണ് ഓപ്പറേഷൻസ് എന്ന് പറയുക. അപ്പൊ ഓപ്പറേഷൻ പ്ലാനിന് മാത്രമായിട്ടൊരു പോർഷൻ ഈ ബിസിനസ് പ്ലാനിൽ മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നോക്കുക. ഓക്കെ, അതുപോലെ ഫണ്ടിങ് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അല്ല, ഒരു ഓണറിന് ഒറ്റയ്ക്ക് അത് കൊണ്ടു നടക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഫണ്ട് വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സിനെ കോൾ ഫോർ ചെയ്യേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളും ഒക്കെ അതിലുണ്ടായിരിക്കണം. ദെൻ ലാസ്റ്റ് ആയിട്ട് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, റിസ്ക് എന്തൊക്കെയാണ്, വാട്ട് ആർ എക്സ്പെക്റ്റഡ് റിസ്ക്, അപ്പൊ അതിനെ ആ റിസ്കിനെ ഓവർകം ചെയ്യാനുള്ള പ്ലാൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളും റിസ്ക് മാനേജ്മെന്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ, എന്തൊക്കെയാണ് എന്തൊക്കെയാ പറയാ, മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് വരാം,
റെഗുലേറ്ററി ചേഞ്ചസ് വരാം, അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫെയിലിയേഴ്സ് വരാം, മോണിറ്ററി ആയിട്ടുള്ള ചലഞ്ചസ് വരാം, അല്ലെ? അപ്പൊ ഇതൊക്കെയാണ് അതിൽ വരുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് വരാം. ഇതൊക്കെയാണ് റിസ്ക്. അപ്പൊ റിസ്കിന് ഇത് അവിടെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് റിസ്കുകൾ വരിക. മാർക്കറ്റ് റിസ്ക് വരാം, അല്ലെ? മാർക്കറ്റിൽ ചിലപ്പോൾ ഫ്ലക്ച്വേഷൻസ് വരാം, എപ്പോഴും ഡിമാൻഡ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ദെൻ ഓപ്പറേഷൻ റിസ്കുകൾ വരാം, അപ്പൊ അവിടെ പ്രൊഡക്ഷൻ ഡിലേ വരാം, അതൊക്കെ വരാം. പിന്നെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ വരാം, ഇൻസഫിഷ്യന്റ് ക്യാഷ് ഫ്ലോ, റെഗുലേറ്ററി റിസ്ക് വരാം, ചിലപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള റെഗുലേഷൻസ് എന്തെങ്കിലും പേപ്പറൊക്കെ മൂവ് ചെയ്യാതെ ചിലപ്പോൾ നമുക്ക് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ഡിലേ അങ്ങനെയൊക്കെ വരാമല്ലോ കേട്ടോ. അപ്പൊ റെഗുലേറ്ററി റിസ്കുകൾ വരാം, മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് വരാം. ഓക്കെ, ഇപ്പൊ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ള ആ ഒരു റിസ്കിനെ നമ്മൾ ഓവർകം ചെയ്യാനുള്ള ഡിലേസ് ഒക്കെ വരാം. അപ്പൊ ഇതൊക്കെയാണ് റിസ്കിൽ വരുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ട് അപ്പൻഡിക്സ് എന്ന് പറയുന്നത് അതിൽ അഡീഷണൽ ആയിട്ടുള്ള റെസ്യൂംസ്, ലീഗൽ ഡോക്യുമെന്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലാസ്റ്റ് ചാപ്റ്ററിൽ കണ്ടെയ്ൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് അപ്പൻഡിക്സ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇത്രയാണ് ബിസിനസ് പ്ലാന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, വാട്ട് ആർ ദി എലമെന്റ്സ് ഓഫ് ബിസിനസ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഇത് മുതൽ ഇതുവരെ എഴുതി വെക്കണം, ഓർഡറിൽ എഴുതി വെക്കണം. അപ്പൊ അതിൽ ഓപ്പറേഷൻ പ്ലാനിനെ പറ്റിയിട്ടും മാർക്കറ്റ് അനാലിസിനെ പറ്റിയും ഒക്കെ കുറച്ചും കൂടി ട്രസ്റ്റ് ചെയ്തിട്ട് പഠിക്കുക. ദെൻ ഇവിടെ ഇത് ജസ്റ്റ് നോക്കിയോളോ. ബിസിനസ് പ്ലാൻ പോലെ തന്നെയാണ് ഒരു ബിസിനസിന്റെ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റും കൂടി ഉണ്ടാവും. രണ്ട് ഏകദേശം ഒന്ന് തന്നെയാണ്, പക്ഷെ കുറച്ചൊരു വ്യത്യാസങ്ങളാണ് അവിടെ വരുന്നത്. ദെൻ ഇത് സെയിം കാര്യം തന്നെയാണ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ റൈറ്റിംഗ്. അപ്പൊ അത് നിങ്ങൾ നേരത്തെ എഴുതിയ പോലെ തന്നെ പഠിച്ചാൽ മതി. ജസ്റ്റ് ഒരു സ്ലൈഡിൽ അവിടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തൊന്ന് മാത്രം സ്റ്റെപ്സ്. അപ്പൊ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്സ് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ ബിസിനസ് പ്ലാനിന്റെ. ഓക്കെ, ദെൻ അടുത്തത് മാർക്കറ്റ് അനാലിസിസ് മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. നേരത്തെ നമ്മൾ കണ്ട തന്നെയാണ് മാർക്കറ്റിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാവണം, അല്ലെ? നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതിനെയാണ് അതിനെപ്പറ്റി നമ്മൾ റിസർച്ച് ചെയ്യണം. റിസർച്ച് ദ ഇൻഡസ്ട്രി. ഓക്കെ, ദെൻ അതിലുള്ള കോമ്പറ്റേറ്റേഴ്സിന്റെ ഒരു കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. how your product will stand in the competitors, apart from the competitors. അപ്പോൾ ആ വക കാര്യങ്ങൾ സ്റ്റഡി ചെയ്യണം. ദെൻ മാർക്കറ്റ് ഗ്യാപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും മാർക്കറ്റ് ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റിന് നമ്മുടെ പ്രോഡക്റ്റിന് അത് മേക്കപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ്, അല്ലെ? അതുകൊണ്ടാണ് മാർക്കറ്റ് ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യണം എന്ന് പറയുന്നത്. ദെൻ ടാർജറ്റ്, ആരാണ് നമ്മുടെ ടാർജറ്റ് കസ്റ്റമേഴ്സ് ഉള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ഉണ്ടാവണം. അങ്ങനെ നമുക്ക് സെയിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് അതിന്റെ ഇത്. മാർക്കറ്റ് അനാലിസിസ് എന്താണ്, വാട്ട് ആർ ദി സ്റ്റെപ്സ് ഓഫ് മാർക്കറ്റ് അനാലിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം മാർക്കറ്റിനെ നന്നായി സ്റ്റഡി ചെയ്യാം, റിസർച്ച് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം കേട്ടോ. ഇനി ഇങ്ങനെ കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ആർ ദി കീ കമ്പോണൻസ് ഓഫ് ബിസിനസ് പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞില്ലേ, എലമെന്റ്സ് ഓഫ് ബിസിനസ് പ്ലാൻ. ഇതൊരു ചോദ്യം ചോദിച്ചിട്ട് കണ്ടു ക്വസ്റ്റ്യൻ ബാങ്കിൽ. അപ്പോൾ കമ്പോണൻസ്, ബിസിനസ് പ്ലാന്റെ കമ്പോണൻസ് എന്താണ്, അതുപോലെ മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻ സ്ട്രാറ്റജി മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ എഴുതാം. മാർക്കറ്റ് അനാലിസിസിന്റെ കാര്യം, ഓപ്പറേഷൻ പ്ലാനിന്റെ കാര്യങ്ങളൊക്കെ എഴുതണം. ഓക്കെ, അപ്പൊ രണ്ട് പാർട്ട് ഉണ്ട് അതില്. കീ എലമെന്റ്സും എഴുതണം, അതുപോലെ മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻ സ്ട്രാറ്റജിനെ പറ്റിയിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുക, നമ്മുടെ ബ്രാൻഡിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് കൊടുക്കുക, പരസ്യങ്ങൾ കൊടുക്കുക, അങ്ങനെ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യുക, റീറ്റെയിൻ ചെയ്യാനുള്ള പ്രോഗ്രാംസ് ചെയ്യുക, അല്ലെ? കസ്റ്റമേഴ്സിനെ എപ്പോഴും ലൈവ് ആക്കി നിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഓപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിയുടെ ഉള്ളിലുള്ള ഓപ്പറേഷൻസിനെ സ്മൂത്ത് ആക്കി കൊണ്ടുപോകാനുള്ളതിനെയാണ് ഓപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയാം. അപ്പൊ എഫിഷ്യന്റ് ആയിട്ട് കമ്പനി പ്രൊഡക്ഷൻ പ്രോസസ് ഒക്കെ ചെയ്യുക, അതുപോലെ റോ മെറ്റീരിയൽസ് എത്തിക്കാനുള്ള ലോജിസ്റ്റിക് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോവുക. ഓക്കെ, സ്കെയിൽ ചെയ്യുക, അതായത് സ്മോൾ സ്കെയിലിൽ തുടങ്ങുകയാണ് ആരെയാണെങ്കിലും നമുക്കതിനെ ലാർജ് സ്കെയിലിൽ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ആ സ്കെയിൽ എൻഹാൻസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആ വിത്തിൻ്റെ കമ്പനി നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യണം. മറ്റേതെന്ന് പറയുന്ന മാർക്കറ്റ്, നമ്മൾ ആരാണോ കസ്റ്റമേഴ്സ്, അപ്പൊ അതാണ് നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ബ്രാൻഡിനെ ഒക്കെ പറ്റിയിട്ടുള്ള ട്രസ്റ്റ് വർദ്ധിപ്പിക്കുക, പരസ്യങ്ങൾ ചെയ്യുക, എൻഗേജ്മെന്റ് ചെയ്യുക, കസ്റ്റമേഴ്സിനെ പുതുതായിട്ട് അക്വയർ ചെയ്യുക, റിട്ടേൺ ചെയ്യുക, അതാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കേട്ടോ. ഇനി അടുത്തത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ് ഉണ്ടാക്കുക. അത് നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞ കാര്യങ്ങളും എക്സ്ട്രാ ആയിട്ട് വേണമെങ്കിൽ ഇതും എഴുതി വെക്കാം. ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ്, what are the steps involved in preparing the financial projections for your business plan, for a business plan? ഓക്കെ, അപ്പൊ എന്ത് വേണം, ഒരു ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഇത്ര കാലത്തേക്ക് എത്ര മാത്രം ആണ് നമ്മുടെ ഇൻകം വരിക, അങ്ങനെ വരിക, അല്ലെ? അതൊക്കെയാണ് ഇതിന് വരുന്നത്. അപ്പൊ ഇത്ര കാലം എന്നുള്ളത് സെറ്റ് ചെയ്യണ്ടേ. സേ നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 to 5 വർഷം എന്നുള്ള ഒരു ടൈം ഫ്രെയിമിൽ എത്ര റവന്യൂ നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു,
അപ്പൊ അതിൽ എത്ര ഔട്ട് ഗോയിങ്സ്, എത്ര ചെലവുകൾ ഉണ്ടാവും അല്ലെ, ലിസ്റ്റ് ഓഫ് എക്സ്പെൻസസ് നമ്മൾ മാർക്ക് ചെയ്യണം, ലിസ്റ്റ് ചെയ്യണം. എന്നിട്ട് അപ്പൊ ഇത്ര വരവുണ്ടാവും, ഇത്രയാണ് അതിൽ എക്സ്പെൻസസ് ഔട്ട് ഗോയിങ്സ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ബേസിൽ നമുക്ക് പ്രോഫിറ്റ് എത്രയാന്നുള്ളത് പറയാലോ. അങ്ങനെ കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ചെയ്യാം. അതുപോലെ പ്രൊജക്ട് ക്യാഷ് ഇൻഫ്ലോ, അത് ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ബഡ്ജറ്റ് ചെയ്യില്ല, നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ എന്ത് പറയണം, ഒരു മാസം ഇത്രയാണ് അവിടെ പ്രൊജക്ട് ക്യാഷ് ഫ്ലോ ഉണ്ടാവുക എന്നുള്ളതും, അപ്പം അതിനെ സാധൂകരിക്കാനായിട്ട് ജസ്റ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നൗ അങ്ങനെ നമ്മൾ ബഡ്ജറ്റിനെ റിവ്യൂ ചെയ്യണം, റിഫൈൻ ചെയ്യണം, ഇംപ്രവൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഇതാണ് അതിന്റെ ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസിന്റെ, നമ്മുടെ ഓൾറെഡി പഠിച്ച പോയിന്റ്സ് എഴുതുക, അതിന്റെ കൂടെ ഈ ഒരു എക്സാമ്പിൾ പോലെ ഇങ്ങനെ എഴുതി വെക്കുക കേട്ടോ. സെറ്റപ്പ് എ ടൈം ഫ്രെയിം, ഒരു യൂഷ്വലി കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 to 5 വർഷത്തിൽ നമ്മൾ ആ ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ്, ഇത്രയാണ് നമ്മുടെ കമ്പനിയുടെ എക്സ്പെക്റ്റഡ് എന്താ പറയുക റവന്യൂ എന്നുള്ള രീതിയിൽ പ്രൊജക്ട് ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു ക്വസ്റ്റ്യൻ പേപ്പറിൽ, സ്റ്റാർട്ടപ്പ് ഈസ് ലോഞ്ചിങ് എ ഫുഡ് ഡെലിവറി ആപ്പ് കേട്ടോ. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ നിങ്ങൾ ചെയ്ത പോലെ എന്താ ഒരു ഇതായിട്ട് എഴുതാം, ആപ്പ്, ഒരു ഫുഡ് ഡെലിവറി ആപ്പാണ്, സ്വിഗ്ഗി ഒക്കെ പോലത്തെ ഒരു ഫുഡ് ഡെലിവറി ആപ്പാണ്. അപ്പൊ അതിന്റെ ഒരു ബിസിനസ് പ്ലാൻ പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ എന്ത് വേണം, എക്സിക്യൂട്ടീവ്. അപ്പൊ ആദ്യം ഇങ്ങനെ പറയാം, എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റാർട്ടപ്പിന്റെ മിഷൻ എക്സാമ്പിൾ കൊടുക്കാം കേട്ടോ, ഒരു പേരിടാം. എന്നിട്ട് സ്വിഗ്ഗി എന്നാണെങ്കിൽ സ്വിഗ്ഗിയാണ്. അപ്പൊ അതിന്റെ സ്റ്റാർട്ടപ്പിന്റെ വിഷൻ എന്താണ്, പ്രൊമോട്ടിങ് ലോക്കൽ ക്യുസിൻ അല്ലെ, ലോക്കലായിട്ടുള്ള ലോക്കൽ ഷെഫിനെയൊക്കെ ചേർത്തിട്ട് ഒരു ഇത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നുള്ള ഫുഡിനെ ഡെലിവറി പ്രോപ്പറായിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനുള്ള ഒരു ആപ്പാണ് എന്നുള്ള രീതിയിൽ അതിന്റെ യുണീക് വാല്യൂ പ്രപ്പോസിഷൻ ഒക്കെ പറയാം. കമ്പനി ഡിസ്ക്രിപ്ഷൻ, അപ്പൊ ആപ്പിന്റെ കമ്പനി ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും. ഓക്കെ, അപ്പൊ ആപ്പ് നമ്മുടെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്, നോക്കിയിട്ട്. പിന്നെ അതിൽ പറയുന്ന നമ്മുടെ എലമെന്റ്സ് ഓഫ് ബിസിനസ് പ്ലാൻ പറയാലോ, ഇത് നമ്മുടെ ഇതിൽ വന്നിട്ടുള്ളതാണ്, ChatGPT ഉള്ളതാണ്. നമ്മുടെ ഇത് നോക്കിയിട്ട് എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ചെയ്യാം. പിന്നെ എലമെന്റ്സ് ഓഫ് ബിസിനസ് പ്ലാൻ എന്നുള്ള രീതിയിൽ നമുക്ക് പോയിന്റ്സ് ഉണ്ടല്ലോ, അപ്പൊ അതും കൂടി ചേർത്തിട്ട് ഇത് എഴുതി വെക്കാം. നെക്സ്റ്റ്, ഇപ്പൊ ഇത് ഇത്രയാണ് അതിൽ എലമെന്റ്സ് ഓഫ് ബിസിനസ് പ്ലാൻ വരുന്നത്. ഓക്കെ, അതുപോലെ ഇങ്ങനത്തെ നമ്മൾ ഇനി ഇത് കഴിഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റിവൈസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു മൊഡ്യൂൾ 3 ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇതൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബിസിനസ് പ്ലാൻ എന്താണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അപ്പൊ എന്താണ് സിഗ്നിഫിക്കൻസ്, ലോൺ കിട്ടാനും അതുപോലെ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനും ബിസിനസ് പ്ലാൻ, നല്ലൊരു ബിസിനസ് പ്ലാൻ ആണെങ്കിൽ പറ്റും എന്നൊക്കെ പറഞ്ഞില്ലേ. അതുപോലെ കമ്പോണൻസ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സ്ട്രാറ്റജി, അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റിസ്ക്, എന്തൊക്കെയാണ് റിസ്കുകൾ വരിക, ഓപ്പറേഷണൽ റിസ്ക്, മാർക്കറ്റ് റിസ്ക്, ഫിനാൻഷ്യൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫിനാൻഷ്യൽ പ്രൊജക്ഷന്റെ പറ്റിയിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഇങ്ങനെ ഒരു കേസ് സ്റ്റഡി ബേസ്ഡ് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എ വെയറബിൾ ടെക് സ്റ്റാർട്ടപ്പ് വാണ്ട്സ് ടു ക്രിയേറ്റ് എ ഫിറ്റ്നസ് ട്രാക്കിംഗ് ഡിവൈസ്. ഓക്കെ, ഒരു ഫിറ്റ്നസ് ട്രാക്കിംഗ് ഡിവൈസ്, നമ്മുടെ ഫിറ്റ്നസ് ട്രാക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു നമ്മുടെ കയ്യിൽ കിട്ടുന്ന വാച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർണമെന്റ്സിൽ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നുണ്ട് ഒരു സ്റ്റാർട്ടപ്പ് അല്ലെ. അല്ല, നമ്മുടെ ഹെൽത്തിനെ ഇപ്പൊ നമ്മുടെ അല്ലെ ഓരോ കാര്യങ്ങളും, ഹെൽത്ത്, പ്രഷർ എത്രയാണെന്നോ ഷുഗർ എത്രയാണെന്നോ അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എക്സസൈസിന്റെ റിക്വയർമെന്റോ, ഡ്രിങ്കിങ് അല്ലെ, നമ്മൾ കാണാറില്ലേ സ്മാർട്ട് വാച്ചിലൊക്കെ വെള്ളം എത്ര അവേഴ്സ് കഴിഞ്ഞാൽ വെള്ളം കുടിക്കണം എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ വരില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഇതാക്കാനായിട്ടുള്ള ഒരു വാച്ച്, അങ്ങനെ സ്മാർട്ട് വാച്ചോ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഓപ്പറേഷൻ പ്ലാൻ എന്താണ് ഇരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഓപ്പറേഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു പ്രൊഡക്റ്റ് അല്ലേ, നിങ്ങളുടെ വാച്ച് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഹാർഡ്വെയർ ഡിസൈൻ അതൊക്കെയാണ് അതിൽ ഓപ്പറേഷൻ പ്ലാനിൽ. അപ്പൊ അതൊക്കെ ഡിസൈൻ ചെയ്യണം. അതിൽ സെൻസേഴ്സ് എംബഡ് ചെയ്യേണ്ടി വരും. അതിന്റെ ഒരു മീൻസ് ഇത് എങ്ങനെയാണ് ഡാറ്റ വരിക, ക്ലൗഡിലല്ലേ, അപ്പൊ അത് സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക, അവിടുന്ന് ആയിരിക്കുമല്ലോ ഡാറ്റ കോൾ ഫോർ ചെയ്യുന്നുണ്ടാവുക, മീൻസ് അതിന് റെസ്പോൺസ് കിട്ടാനൊക്കെ ആയിട്ട്. അപ്പൊ ആ രീതിയിൽ ആ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പോർഷൻ വരും. അപ്പൊ ആക്ച്വലി ഇത് ഇതിൽ വരുന്നതാണ് കേട്ടോ, പ്രോഡക്റ്റ് ഡെവലപ്മെന്റിന്റെ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുക. നമ്മള് ഇപ്പൊ ബിസിനസ് പ്ലാൻ അല്ലേ, ഒരു കാര്യം ചെയ്യാം, ഇത് കഴിഞ്ഞിട്ട് അത് പറയാം. ഇത് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് കഴിയുമ്പോഴാവും നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാവുന്നില്ല. ഓക്കെ, ദെൻ ഇത് ബ്രീഫ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ പെൻഡിങ്ങിൽ വെക്കുകയാണ്. നമുക്ക് അടുത്ത പോർഷൻ കഴിഞ്ഞിട്ട് അത് പറയാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, prepare a brief framework for business plan for a new app based service targeting fitness enthusiasts. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ഈ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി പറയാം. ഈ രണ്ട് ക്വസ്റ്റ്യനും പറയാം കേട്ടോ. ഇനി അടുത്തൊരു സെറ്റ് വരുന്നത്
പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ് പ്ലാൻ എന്നുള്ളതാണ്. അപ്പൊ പ്രോട്ടോടൈപ്പ് എന്താണ്? പ്രോട്ടോടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മളല്ലേ ഏർലി ഫോം ഓഫ് യുവർ പ്രൊഡക്റ്റ്, നമ്മളൊരു അൾട്ടിമേറ്റ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് ഒരു പ്രൂഫ് ഓഫ് കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ഒരു സിമ്പിൾ ആയിട്ട് ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. പിന്നെ അതിനെ ഇംപ്രവൈസ് ചെയ്തിട്ട് നമ്മൾ പ്രോട്ടോടൈപ്പ് ആക്കും. എന്നിട്ട് അടുത്ത ഫേസിൽ എന്താണ് ആ ഒരു കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള വർക്കിംഗ് വേർഷൻ എന്നുള്ള രീതിയിൽ മിനിമം വയബിൾ പ്രൊഡക്റ്റ് ആവും. അതിനെ ഒന്നും കൂടി ഇംപ്രവൈസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ അൾട്ടിമേറ്റ് പ്രൊഡക്റ്റ് വരിക. ഓക്കെ, ഒരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഒരു പ്രൂഫ് ഓഫ് കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ ലഘുവായ രീതിയിലായിരിക്കും ഉണ്ടാക്കുക. പിന്നെ അതിനെ ഇംപ്രവൈസ് ചെയ്യുമ്പോൾ പ്രോട്ടോടൈപ്പ് ആവും. പിന്നെ ആ മോഡലിനെ ഒന്നും കൂടി ഇതാക്കുമ്പോൾ MVP മിനിമം വയബിൾ പ്രൊഡക്റ്റ് ആവും. ദെൻ അതിന് വീണ്ടും കറക്ഷൻസും ഫീഡ്ബാക്സും ഒക്കെ എടുത്ത് കറക്ഷൻസ് ഒക്കെ ചെയ്യുമ്പോഴാണ് അൾട്ടിമേറ്റ് പ്രൊഡക്റ്റ് ആവുക. ഓക്കെ, നൗ പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് റോഡ് മാപ്പ് ആണ്. അപ്പൊ അതിൽ ആ ഒരു പ്രോട്ടോടൈപ്പിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ള പ്ലാനിനെയാണ് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതും ഇതൊരു പ്ലാൻ തന്നെയാണ്, ഒരു ഡോക്യുമെന്റ് തന്നെയാണ്. അപ്പൊ അതില് എല്ലാ കാര്യങ്ങളും ആ പ്രോട്ടോടൈപ്പിന്റെ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞില്ലേ എലമെന്റ്സ് ഓഫ് ബിസിനസ് പ്ലാൻ, അതുപോലെ ഇത് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ് പ്ലാൻ. ഇതൊരു എന്താണ് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു മോഡൽ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം അനലിറ്റിക്കൽ മോഡൽ ആയിരിക്കാം, സോഫ്റ്റ്വെയർ മോഡലൊക്കെ ആയിരിക്കാം. അപ്പൊ എന്താണെങ്കിലും അത് വേണ്ടേ, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് കാണിക്കുന്ന ഒരു മോഡലാണ് പ്രോട്ടോടൈപ്പ്. അപ്പൊ അതിന്റെ കമ്പോണൻസ്, അപ്പൊ അതിന്റെ ഡോക്യുമെന്റേഷനെയാണ് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇതൊക്കെയാണ് അതിലെ കമ്പോണൻസ് ചാപ്റ്റേഴ്സ് വരിക. ഒബ്ജക്റ്റീവ് ഡെഫിനിഷൻ, സ്കോപ്പ്, റിസോഴ്സ് അലോക്കേഷൻ, ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള റിസോഴ്സസ് എന്നൊക്കെ വേണ്ടി വരും, മെറ്റീരിയൽസ്, ടൂൾസ്, ടെക്നോളജി, പേഴ്സൺസ് ഒക്കെ വേണ്ടേ. പിന്നെ അതിന് വേണ്ടി ടൈം, ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടൈം ലൈൻസ്, അപ്പൊ അതിൽ ആ ഗ്യാൻ ചാർട്ടൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ കാണിക്കാം. ഓക്കെ, ദെൻ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ, ടെസ്റ്റിംഗ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിനെ ടെസ്റ്റ് ചെയ്തിട്ട് അത് ഓക്കെ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളത് പ്രൊസീഡ് ചെയ്യുന്നുണ്ടാവുക. ഡോക്യുമെന്റേഷൻ, റിസ്ക് മാനേജ്മെന്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഈ കമ്പോണൻസ്. പ്രോട്ടോടൈപ്പ് റിക്വയർമെന്റ് അനാലിസിസ്. ഓക്കെ, അടുത്തൊരു ടേം ആണ് പ്രോട്ടോടൈപ്പ് റിക്വയർമെന്റ് അനാലിസിസ്. അപ്പൊ അതൊരു പ്രോസസ്സാണ് പ്രോട്ടോടൈപ്പ് റിക്വയർമെന്റ് അനാലിസിസ്, സോ ദാറ്റ് ഓർഗനൈസേഷൻസ് ഓർ ഓൺടർപ്രണർ വിൽ അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ റിക്വയർമെന്റ്സ് ആൻഡ് ഡെവലപ്പ് ദി പ്രോട്ടോടൈപ്പ്. അതായത് ഒരു പ്രോട്ടോടൈപ്പിനെ നമ്മൾ കമ്മ്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് ഇറക്കുകയാണ്. അപ്പൊ അത് കസ്റ്റമേഴ്സ് അത് കണ്ട് മനസ്സിലാക്കി യൂസ് ചെയ്തിട്ട് ഇത്രയും കുറച്ചും കൂടിയൊക്കെ അഡീഷൻസ് വന്നു കഴിഞ്ഞാൽ, മോഡിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ the owner or the entrepreneur will get to know some more points. അപ്പോൾ ആ രീതിയിൽ അതിനെ ഒന്നും കൂടി ഇംപ്രവൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ അനാലിസിസിനെയാണ് പ്രോട്ടോടൈപ്പ് റിക്വയർമെന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അത് ക്രിട്ടിക്കൽ ഫേസ് ആണെന്ന് പറയുന്നു. ഓക്കെ, സോ the customers will give some more points like the needs and constraints a prototype must meet or it should also be added. അപ്പോൾ കുറച്ചും കൂടി ഒരു ഇതായി കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ആ പ്രോട്ടോടൈപ്പിനെ ഒന്നും കൂടി റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നൗ ഇതൊക്കെയാണ് അതിന്റെ റിക്വയർമെന്റ് അനാലിസിസിൽ വരുന്നത്. ഇനി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്രോട്ടോടൈപ്പ് റിക്വയർമെന്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഓക്കെ, സോ ദ കമ്പനി ഷുഡ് നോ ഹു ആർ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് എൻഡ് യൂസേഴ്സ്. ഈ ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ കൺസ്യൂമേഴ്സ് ആരാണ്, കസ്റ്റമേഴ്സ് ആരാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ അതിലേക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റേഴ്സ്, പാർട്ട്നേഴ്സ് അവരൊക്കെയും അതിൽ ഇൻക്ലൂഡ് ആവാം അല്ലെ. ഈ ഒരു പ്രോഡക്റ്റിനെ ഇംപ്രവൈസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നമുക്ക് ഓൺ മണി റേസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വേണ്ടി വരും. അപ്പൊ അവരൊക്കെ ആരാണെന്നുള്ളതും അതുപോലെ കസ്റ്റമേഴ്സ് ആരാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നതാണ് അതിന്റെ സ്റ്റെപ്പ് 1. ദെൻ they will get the some more requirements from the stakeholders or client side. അപ്പൊ അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, ദെൻ ഫ്രം ദി ഫീഡ്ബാക്ക് we will get to know what the requirements അല്ലെ, ഫങ്ഷണൽ റിക്വയർമെന്റ്സ്. ഓൾറെഡി ഓൺടർപ്രണർക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് പോയിന്റ്സ് ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ some more functional requirements, technical requirements, transitional requirements ഒക്കെ കിട്ടും, operational requirements ഒക്കെ. Then from the results you can interpret and record requirements. ഓക്കെ, അപ്പോൾ ആ ഒരു ഫീഡ്ബാക്കിൽ നിന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടെ വരുന്നത്. ദെൻ അൾട്ടിമേറ്റ്ലി ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രോട്ടോടൈപ്പ് എല്ലാം സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അപ്രൂവൽ കൊടുക്കാം. സോ കമ്പനി വിൽ ഗിവ് ദി അപ്രൂവൽ. ഓക്കെ, അപ്പോൾ കമ്പനി എങ്ങനെയാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഒക്കെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ഒരു പോയിന്റ്സിന്റെ അടിസ്ഥാനത്തിൽ അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി ഫൈനൽ സ്റ്റെപ്പ് ഓഫ് റിക്വയർമെന്റ്, പ്രോട്ടോടൈപ്പ് റിക്വയർമെന്റ് അനാലിസിസ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് കാണാം.
Okay, engineering team is prototyping a low-cost robotic arm for industrial use. Create stakeholder engagement strategy. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ഫോർത്ത് മോഡ്യൂളും കൂടി പഠിച്ചു കഴിഞ്ഞാലാണ് ഇത് മര്യാദയ്ക്ക് എഴുതാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി അറിയാം ആരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, പാർട്ട്നേഴ്സ്, കസ്റ്റമേഴ്സ്, അഡ്വൈസേഴ്സ്, മെൻറ്റേഴ്സ്, അവരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഓൾറെഡി നമുക്ക് അറിയാമല്ലോ, ഓൾറെഡി നമ്മളിത് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഇത് എഴുതണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ടീം ഒരു ലോ കോസ്റ്റ് റോബോട്ടിക് ആം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്? ഇന്റേണൽ, എക്സ്റ്റേണൽ ഉണ്ടായിരിക്കും. ആ രീതിയിൽ ഇന്റേണൽ എന്ന് പറയുമ്പോൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ, എഞ്ചിനീയറിംഗ് ടീം, പ്രൊജക്ട് മാനേജർ. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെ റോൾ എന്താണെന്നുള്ളതും ഒന്ന് എഴുതി വെക്കണം. ഓക്കെ, എഞ്ചിനീയറിംഗ് ടീം മീൻസ് ഡിസൈൻ ഒക്കെ ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ടീമാണ്. പ്രൊജക്ട് മാനേജേഴ്സ് അത് സൂപ്പർവൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുമ്പോൾ അതൊരു മാനേജറിക്കൽ സൈഡ്, മീൻസ് മാനേജ്മെന്റ് സൈഡ് ആയിരിക്കും, ഒരു ട്രസ്റ്റ് ഒരു ഓണർ സൈഡ് ആയിരിക്കും. ഓക്കെ, ദെൻ ടെക്നീഷ്യൻസും കാര്യങ്ങളൊക്കെ വരും അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വരിക. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ അതിൽ ഇതാണ് ഇൻവെസ്റ്റേഴ്സ്, പാർട്ട്നേഴ്സ്, ദെൻ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്, ദെൻ ഗവൺമെന്റ് ബോഡീസ് ഒക്കെയാണ് എക്സ്റ്റേണൽ ഇതിൽ വരിക കേട്ടോ. ദെൻ ഇൻവെസ്റ്റർ ആൻഡ് പാർട്ട്ണർ എൻഗേജ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് അതിൽ എഴുതിയാൽ മതി. ഇൻവെസ്റ്ററിനെ നമ്മൾ അട്രാക്ട് ചെയ്യാനുള്ള, പൈസ കിട്ടാനായിട്ട്, ഫണ്ട് റേസ് ചെയ്യാനായിട്ട് വി നീഡ് ദ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ അവരെ എൻഗേജ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളതും, അതുപോലെ പാർട്ട്ണർഷിപ്പ് കിട്ടാനുള്ള ഹൗ ടു സെക്യൂർ ദ പാർട്ട്ണർഷിപ്പ്, ആ കാര്യങ്ങളൊക്കെ എഴുതാം. ഓക്കെ, ദെൻ ഇതെല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ യു ക്യാൻ ഡെലിവർ യുവർ പ്രോട്ടോടൈപ്പ് ഒരു ഏർലി ഫോം ഓഫ് പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ ആ ലോ കോസ്റ്റ് മാനുഫാക്ചറിങ് എന്തായിരുന്നു, ലോ കോസ്റ്റ് റോബോട്ടിക് ആം ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അത് ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫങ്ഷൻസ് നിറവേറ്റുകയാണെങ്കിൽ അത് ആ രീതിയിൽ അതിനെ അതാക്കാം. അതുപോലെ കസ്റ്റമേഴ്സിൽ നിന്നൊക്കെ ഫീഡ്ബാക്ക് എടുക്കാം എന്നൊക്കെയുള്ള രീതിയിൽ എഴുതി വയ്ക്കാം കേട്ടോ. ഓക്കെ, ദെൻ അതുപോലെ ഈ പോയിന്റ്സും കൂടി അതിൽ ആഡ് ചെയ്യണം. എൻഷുറിങ് പ്രോട്ടോടൈപ്പ് ക്വാളിറ്റി ആൻഡ് ടൈംലി ഡെലിവറി. Then there should be a proper communication and transparency within the organization, external and internal stakeholdersന്റെ ഇടയിൽ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് ആ ഒരു എന്താ പറയുക ഒരു ഏർലി സ്റ്റേജസിലൊക്കെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻസ് പാസ് ഓൺ ചെയ്യുന്നുണ്ടായിരിക്കണം. ദെൻ റിസ്കുകളൊക്കെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കഷൻസും കാര്യങ്ങളും ഹൗ ടു ഓവർകം ദോസ് റിസ്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഇതിലുണ്ടാവണം. പ്രോഡക്റ്റ് ഡെവലപ്മെന്റിന്റെ മുന്നിൽ തന്നെ ഉണ്ടാവണം, എന്നാലാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇത് അടുത്തൊരു എക്സാമ്പിൾ ആണ് ലോ കോസ്റ്റ് മെഡിക്കൽ ഡിവൈസിന്റെ. അപ്പൊ അത് നോക്കുക. ഓക്കെ, ചിലപ്പോൾ ഇതൊക്കെ ചോദിക്കാം കേട്ടോ. ലോ കോസ്റ്റ് മെഡിക്കൽ ഡിവൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അല്ലെ, ലോ കോസ്റ്റ് മെഡിക്കൽ റൂറൽ ഹെൽത്ത് കെയറിനൊക്കെ വേണ്ടിയിട്ട് അപ്പം അതിന്റെ റിക്വയർമെന്റ്സ് ഒക്കെ നോക്കിയോളും. അഫോർഡബിൾ ആയിരിക്കണം, ഈസി ടു യൂസ് ആയിരിക്കണം, പോർട്ടബിൾ ആയിരിക്കണം, റിലയബിലിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള, അതാണ് യൂസബിലിറ്റി എന്ന് പറയുന്നത്. എവറിബഡി കുഡ് യൂസ്, ആ രീതിയിലുള്ള ഒരു സിമ്പിൾ ഡിവൈസ് ആയിരിക്കണം. അപ്പൊ ആ രീതിയിലൊക്കെ എഴുതാം. ചിലപ്പോൾ ഈ ഒരു റോബോട്ടിക് ആമിന്റെ പകരം വേണമെങ്കിൽ ഇതും ചോദിക്കാലോ. ലോ കോസ്റ്റ് മെഡിക്കൽ ഡിവൈസിനെ പറ്റിയിട്ട് ഒരു എൻഗേജ്മെന്റ് സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത്ര തന്നെയാണ്, അവിടെ മാറ്റി അത് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, നൗ ഇതൊക്കെ ഒരു സ്മാർട്ട് അഗ്രികൾച്ചർ സൊല്യൂഷൻ ഒക്കെ നോക്കുക. ദെൻ ഇത് വേണമെങ്കിൽ ചോദിക്കാം, ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് എന്താണ്, വാട്ട് ഈസ് മെൻ ബൈ സ്പെസിഫിക്കേഷൻ. സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള പറയുന്ന കാര്യങ്ങൾ, ഗൈഡ് ലൈൻസും കാര്യങ്ങളും അടങ്ങിയ സംഭവത്തിനെയാണ് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുക അല്ലെ. ഡീറ്റെയിൽ ഡോക്യുമെന്റ് ദാറ്റ് ഔട്ട്ലൈൻ ദ റിക്വയർമെന്റ്സ് ആൻഡ് ഫീച്ചേഴ്സ് പ്രൊഡക്റ്റ് നീഡ്സ് ടു വർക്ക്. ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രോഡക്റ്റ് ഡിസൈൻ, ടെക്നിക്കൽ ഡെവലപ്മെന്റ്, എങ്ങനെയാണ് അതിന്റെ ഡിസൈൻ, എങ്ങനെയാണ് അതിന്റെ ഡെവലപ്മെന്റ്, എങ്ങനെയാണ് മാനുഫാക്ചർ, എങ്ങനെയാണ്, അതുപോലെ അതിന്റെ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, വാട്ട് ആർ ദി യൂസർ ഗൈഡ് ലൈൻസ്, അങ്ങനെയുള്ള അടങ്ങിയ എല്ലാ കാര്യത്തിനെയാണ് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയാം. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തോളൂ. പിന്നെ ഫങ്ഷണൽ സ്പെസിഫിക്കേഷൻ, എങ്ങനെ അത് യൂസ് ചെയ്യാം എന്നുള്ളത്, വാട്ട് ഈസ് എ ഫങ്ഷൻ എന്നുള്ളത് പറയുന്ന ഫങ്ഷണൽ സ്പെസിഫിക്കേഷൻ ആണ്. എങ്ങനെയാണ് പെർഫോം ചെയ്യുമ്പോൾ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടുള്ള റിക്വയർമെന്റ് ആണ് പെർഫോമൻസ് റിക്വയർമെന്റ്സ്. ഡിസൈൻ സ്പെസിഫിക്കേഷൻ, കംപ്ലൈൻസ് ടെസ്റ്റ്. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഒരു സോളാർ പവർ യൂസ് ചെയ്തിട്ടുള്ള വാട്ടർ പമ്പ്, അത് യൂസ് ചെയ്യാനുള്ള സ്പെസിഫിക്കേഷൻസ് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അതിലെന്താണ് ഫങ്ഷണൽ റിക്വയർമെന്റ്സ് അല്ലെ. ഫങ്ഷൻ എന്ന് പറയുന്നത് ടു ഡ്രോ ദി വാട്ടർ ഫ്രം ദി ഡെപ്ത്, അതാണ് അതിന്റെ ഫങ്ഷണൽ ഫങ്ഷൻ. പെർഫോമൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് പെർഫോം ചെയ്യാനായിട്ട് സോളാർ ഇൻപുട്ട് 300 വാട്ട് വരുന്ന സോളാർ പവർ യൂസ് ചെയ്താലാണ് അത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് എ പെർഫോമൻസ് റിക്വയർമെന്റ്. ദെൻ ഡിസൈൻ സ്പെസിഫിക്കേഷൻസ് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം അതിന്റെ ഡിസൈൻ, കൊറോഷൻ റെസിസ്റ്റന്റ് മെറ്റീരിയൽ ഒക്കെ വെച്ചിട്ടുള്ള ഡിസൈൻ ആയിരിക്കണം.
ദെൻ മാക്സിമം 15 കിലോഗ്രാമേ അതിന്റെ ഭാരം വരാൻ പാടുള്ളൂ. ദെൻ കംപ്ലയൻസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അത് BIS സ്റ്റാൻഡേർഡ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്താ പറയുക, അണ്ടർലൈൻ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ അതിന്റെ എല്ലാ പാർട്സും ഒക്കെ അല്ലെ, ഡിസൈനിലും അതുപോലെ മാനുഫാക്ചറിലൊക്കെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS പറയുന്ന സ്പെസിഫിക്കേഷൻസ് ഫോളോ ചെയ്തിട്ടുള്ളതായിരിക്കണം. ദെൻ ടെസ്റ്റ് അല്ലെ, ടു ഡോ ദ വാട്ടർ ഫ്രം ദി വെൽ എന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ അത് ഇത്ര ഒരു വാട്ടർ യൂസ് ചെയ്യുമ്പോൾ ഇത്ര തന്നെ അത് ഡ്രോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് അത് അങ്ങനെ വർക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെ ആയാലാണ് അത് ടെസ്റ്റിങ്ങിൽ, അല്ലെങ്കിൽ അതർവൈസ് ഇറ്റ് ഈസ് ഫെയിൽഡ് ഇൻ ടെസ്റ്റ്. ഓക്കെ, അപ്പൊ അത് അതുപോലെ ഈ ഇലക്ട്രിക്കൽ സ്കൂട്ടറിന്റെയും ജസ്റ്റ് നോക്കിയോളൂ, സ്പെസിഫിക്കേഷൻസ് വേണമെങ്കിൽ ചോദിക്കാം. ഫങ്ഷണൽ പെർഫോമൻസ് ഡിസൈൻ കംപ്ലൈൻറ്റ് സ്റ്റാൻഡേർഡ്, അതായത് ക്വാളിറ്റീനെയാണ് നമ്മൾ കംപ്ലൈൻറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, BIS. ഓക്കെ, ഓട്ടോമൊബൈൽ ആണെങ്കിൽ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് AIS എന്നാണ് പറയുന്നത് കേട്ടോ. മെഷീൻസ് ഒക്കെ ആണെങ്കിൽ BIS-ഉം, ഇവിടെ ഓട്ടോമോട്ടീവ് ആയതുകൊണ്ട് AIS എന്ന് പറയുന്നു എന്ന് മാത്രം. ജസ്റ്റ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. അടുത്ത് വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോടൈപ്പ് എന്നുള്ളത് ചോദിക്കാം. 4 ടൈപ്പ് അല്ലേ? ത്രോ എവേ ഉണ്ട്, എവല്യൂഷണറി എന്ന് പറയുമ്പോൾ, ത്രോ എവേ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ദീസ് ആർ ദി 4 ടൈപ്സ്. ത്രോ എവേ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബേസിക് മോഡൽ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി. ഓക്കെ, നൗ അത് ഒരു എല്ലാവരുടെയും നിന്ന് ഫീഡ്ബാക്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡിസ്കാർഡ് ചെയ്യാണ്, പിന്നെ അതിനെ അമെൻഡ് ചെയ്യാനായിട്ട് പോകുന്നില്ല. അങ്ങനെയുള്ള പ്രോട്ടോടൈപ്പിനെയാണ് ത്രോ എവേ എന്ന് പറയുക. എവല്യൂഷണറി എന്ന് പറയുമ്പോൾ അത് ആ ഒരു പ്രോട്ടോടൈപ്പ് അതിൽ തന്നെ നമ്മളിങ്ങനെ ഫീഡ്ബാക്കിന്റെ ബേസിൽ അതിനെ ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ത്രോ എവേ ചെയ്യാതെ അതിനെ ആ ഒരു പ്രോട്ടോടൈപ്പിൽ ഫീഡ്ബാക്ക് വെച്ചിട്ട് വീണ്ടും വീണ്ടും അതിൽ ആഡ് ഓൺസ് കൊടുത്തിട്ട് അതിനെ വലുതാക്കുന്ന പ്രോട്ടോടൈപ്പ് ആണെങ്കിൽ അത് എവല്യൂഷണറി. അടുത്ത ഇൻക്രിമെന്റൽ എന്ന് പറയുമ്പോൾ ഡിവൈഡിങ് ദി പ്രോഡക്റ്റ് ഇൻ ടു സ്മോളർ മാനേജബിൾ കമ്പോണൻസ് അല്ലെ. അപ്പൊ ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി അത് ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആയി കഴിഞ്ഞാൽ അതിനെ അസംബിൾ ചെയ്തിട്ട് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻക്രിമെന്റൽ. ദെൻ എക്സ്ട്രീം പ്രോട്ടോടൈപ്പ് എന്ന് പറയുമ്പോൾ യൂഷ്വലി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലൊക്കെയാണ്, വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസിലാണ് അത് ഈ ടൈപ്പ് പ്രോട്ടോടൈപ്പ് ചെയ്യാന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തോ. 4 ടൈപ്സ് പ്രോട്ടോടൈപ്പ് ആണ്. ഇനി ഒരു പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സിനെ, മെത്തഡോളജിനെ പറയുന്നതാണ് ഡെവലപ്മെന്റ് അപ്രോച്ച് ഓഫ് പ്രോട്ടോടൈപ്പ് മേക്കിംഗ് എന്നുള്ളത് കേട്ടോ. അപ്പൊ ജസ്റ്റ് നോക്കിയാൽ മതി, ഇതൊക്കെ പറയാൻ പറ്റാവുന്ന പോലെ പഠിക്കുക കേട്ടോ. ഡെവലപ്മെന്റ് അപ്രോച്ചസ് പലതരത്തിലാവും, അജൈലാവാം, ഇൻക്രിമെന്റൽ ആവാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് നോക്കിയോളോ, പറ്റാവുന്ന പോലെ പഠിക്കുക. ദെൻ റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് റിസോഴ്സ് വേണ്ടേ. അപ്പൊ ഏതൊക്കെയാണ് റിസോഴ്സസ്? ടൈം, ബഡ്ജറ്റ്, പേഴ്സണൽ മെറ്റീരിയൽ, 5 Ms എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് വേണം. ഓക്കെ, അപ്പൊ അതിനെയാണ് റിസോഴ്സ് അലോക്കേഷൻ ഫോർ. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയോളോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, റിസോഴ്സ് അലോക്കേഷൻ കേട്ടോ. ദെൻ ടെസ്റ്റിംഗ്. അപ്പോൾ വൺസ് യുവർ പ്രോഡക്റ്റ് ഈസ് ഓക്കെ, പ്രോട്ടോടൈപ്പ് ഈസ് ഓക്കെ, അതിനെ ടെസ്റ്റ് ചെയ്യണം. ക്വാളിറ്റി അഷുറൻസ് എൻഷുർ ചെയ്യാനായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ടെസ്റ്റുകൾ ചെയ്യാം? ഫങ്ഷനാലിറ്റീനെ, ഫങ്ഷൻ നിറവേറ്റുന്നില്ലേ എന്നുള്ളത്, ഇൻ ഓർഡർ ടു സീ ദാറ്റ് ഇറ്റ് ഈസ് സെർവിങ് ദ ഫങ്ഷൻ, ഫങ്ഷണൽ ടെസ്റ്റിംഗ് ചെയ്യണം. പെർഫോമൻസ് ഓക്കെ അല്ലെന്ന് അറിയാനായിട്ട് പെർഫോമൻസ് ടെസ്റ്റ്, യൂസബിലിറ്റി, യൂസ് ഓക്കെ, അതൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയോളൂ. ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു 5 തരത്തിലുള്ള ടെസ്റ്റുകളാണ് നമ്മൾ പ്രോട്ടോടൈപ്പിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് പല എക്സാമ്പിൾസ് കൊടുക്കുകയാണ്. സ്മാർട്ട് വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം, ആ രീതിയിൽ ഉള്ളത് നോക്കിയോളൂ. ദെൻ ഇതൊക്കെ ഓൾറെഡി നമ്മൾ പല എക്സാമ്പിൾസ് കണ്ടിട്ടുള്ളതാണ്. അപ്പം അതിലെല്ലാം ഏതൊക്കെയാണെങ്കിലും ഫങ്ഷണൽ ടെസ്റ്റിങ്, പെർഫോമൻസ് ടെസ്റ്റിങ്, ഫങ്ഷണൽ ടെസ്റ്റിംഗ്, പെർഫോമൻസ് ടെസ്റ്റിംഗ്, യൂസബിലിറ്റി ടെസ്റ്റിംഗ് അല്ലേ. അപ്പോൾ അതൊക്കെ നിറവേറ്റിയാൽ ഈ ഒരു കാര്യങ്ങൾ ഓക്കെ ആണെങ്കിലാണ് നമുക്കത് അടുത്ത ലെവലിലേക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് എന്താണ്, വീണ്ടും വീണ്ടും നമ്മൾ അതിൽ ഐട്രേഷൻസ് നടത്തിയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഐട്രേറ്റീവ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് ഫീഡ്ബാക്സ് കിട്ടും. വീണ്ടും ആ ഫീഡ്ബാക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഐട്രേഷൻസ് അടുത്ത ട്രയൽ ചെയ്യാണ്. അങ്ങനെ ചെയ്യുന്ന ഡെവലപ്മെന്റ് മെത്തേഡിനെയാണ് ഐട്രേറ്റീവ് ഡെവലപ്മെന്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുമ്പോൾ, ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫീഡ്ബാക്ക് ഫ്രം ഒരു ട്രയൽ നമ്മൾ ചെയ്തു, ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി, അത് നമ്മൾ പബ്ലിക്കിലേക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ ഫീഡ്ബാക്സ് കിട്ടി കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ എന്താണ്, അതിനെ ഒന്നും കൂടി ഇംപ്രവൈസ് ചെയ്യാണ്. അങ്ങനെ ലൂപ്പായിട്ട്, ഫീഡ്ബാക്സിന്റെ ബേസിൽ ലൂപ്പായിട്ട് നമ്മളിതിനെ റിജുവനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെയാണ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത്. ബെനിഫിറ്റ്സ് എന്താണ്? അപ്പോൾ കൂടുതൽ യൂസർ സെൻട്രിക് ആയിരിക്കും, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, കോസ്റ്റ് എഫിഷ്യൻ്റ് ആവും, ഇൻക്രീസ് കോൺഫിഡൻസ് കിട്ടും ഫോർ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്.
ഫോർ ദി ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയാം അല്ലേ. ദെൻ ഇതെല്ലാം കഴിഞ്ഞ് അതിനെ ഡോക്യുമെന്റ് ചെയ്യണം എന്നുള്ളൊരു വശമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ആണ് എങ്ങനെയാണ് പ്രോട്ടോടൈപ്പ് പ്ലാനിനെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുക, അത് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ ഇനി ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ കേസ് സ്റ്റഡി ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കി നോക്കൂ. ഔട്ട്ലൈൻ ദി പ്രോട്ടോടൈപ്പ് റിക്വയർമെന്റ് പ്ലാൻ ഫോർ വെയറബിൾ ഹെൽത്ത് മോണിറ്ററിംഗ് ഡിവൈസ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒക്കെയാണ് വെയറബിൾ ഒരു വാച്ച് വെച്ചിട്ട് നമ്മൾ ഹെൽത്ത് മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിക്വയർമെന്റ് അനാലിസിസ് എന്താണ്, എന്തൊക്കെയാണ് എഴുതാൻ പറയണേ. ഇതിൽ റിക്വയർമെന്റ് അനാലിസിസിനെ പറ്റി, റിസോഴ്സ് അലോക്കേഷനെ പറ്റി എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ റിക്വയർമെന്റ്, എന്താണ് അതിൻ്റെ ഫങ്ഷൻ, എന്താണ് ഹാർട്ട് റേറ്റ്, സ്ലീപ്പ് ട്രാക്കിംഗ്, അതുപോലെ വാട്ടർ യൂസേജ്, ഈ വക കാര്യങ്ങളൊക്കെ ഒരു യൂസറിന് മനസ്സിലാവണം അല്ലേ. അപ്പോൾ അതാണ് റിക്വയർമെന്റ് അനാലിസിസ്. ഐഡന്റിഫൈ ദ യൂസർ നീഡ്സ്, എക്സാമ്പിൾ ആയിട്ട് ഇതൊക്കെ പറയാം. ആൻഡ് റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ് ഇൻറ്റഗ്രേഷൻ, മൊബൈൽ ആപ്പായിട്ട് ഈ കാര്യങ്ങൾ, ഈ പാരാമീറ്റേഴ്സിന് നമ്മുടെ ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ, BP, ഷുഗർ, ഈ കാര്യങ്ങളൊക്കെ എംബഡ് ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് റിക്വയർമെന്റ് അനാലിസിസ്. ഓക്കെ, ദെൻ റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ, assemble cross functional team and allocate budget and tools for hardware and software development. റിസോഴ്സ്, ഇതിനെ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുക, അതിനെയാണ് റിസോഴ്സ് അലോക്കേഷൻ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ റിസോഴ്സസ് വേണം ഇത് ചെയ്യാൻ എന്നുള്ള രീതിയിൽ ബഡ്ജറ്റ്, അതുപോലെ ഇതിലിപ്പോൾ അസംബിൾ ഡോക്ടേഴ്സിൻ്റെ, എൻജിനീയേഴ്സ്, മെഡിക്കൽ എക്സ്പേർട്സിൻ്റെ ഒക്കെ ഒരു ഇൻപുട്സ് വേണം അല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു ഐഡിയാസ് എന്നൊക്കെയാണ് നമ്മൾ അവരായിട്ട് കൺസൾട്ടൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു ആപ്പൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഹ്യൂമൻ പവറിൻ്റെ ആവശ്യം കൂടിയും വരും ഇവിടെ. അവരുടെ അഡ്വൈസൊക്കെ വേണ്ടേ. എൻജിനീയേഴ്സാണ് ഇത് ഡിസൈൻ ചെയ്യുക, മെഡിക്കൽ എക്സ്പേർട്സിൻ്റെ അഡ്വൈസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ദെൻ വേറെ ടൂൾസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതാണ് റിസോഴ്സ് അലോക്കേഷനിൽ 5Ms എന്ന് പറയുന്ന റിസോഴ്സിൽ അങ്ങനെ അഡ്വൈസറി ടീമൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ മെൻഷൻ ചെയ്യാം കേട്ടോ. ദെൻ ഡിസൈൻ സ്പെസിഫിക്കേഷൻസ്, ഡിഫൈൻ ഡിവൈസ് ഫ്രം സെൻസർ ടൈപ്സ്, ബാറ്ററി, അതൊക്കെ തന്നെ ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് സെൻസർ വേണം, ബാറ്ററി വേണ്ടി വരും, ദെൻ ഡാറ്റ വേണ്ടി വരും, ബ്ലൂടൂത്ത്, വെബ്, ക്ലൗഡ്, ഇതൊക്കെ ആയിട്ട് ബന്ധിച്ചിട്ടാണ് നമ്മളിതിനെ ഡിസൈൻ ചെയ്യുന്നുണ്ടാവുക. ദെൻ ഐട്രേഷൻസിന് വേണ്ടിയിട്ട് പ്രോട്ടോടൈപ്പ്, ആദ്യം ഒരു സിമ്പിൾ വാച്ച് ഉണ്ടാക്കിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്ത് പിന്നെ ഫീഡ്ബാക്കിൻ്റെ ബേസിൽ എന്നൊക്കെയുള്ള രീതിയിൽ ലൂപ്പ് ചെയ്തിട്ടൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക കേട്ടോ. അടുത്തത് ഇതിൽ പറയുന്നത് റിന്യൂവബിൾ എനർജി കമ്പനി, വിൻഡ് എനർജി യൂസ് ചെയ്തിട്ട്, സോളാർ പവർ അല്ല ഇവിടെ, വിൻഡ് എനർജി അല്ലേ. വിൻഡ് മിൽസ് പോലെ വിൻഡ് വെച്ചിട്ട് കണ്ടിട്ടില്ലേ, വിൻഡ് മില്ല്. അപ്പോൾ വിൻഡ് മില്ല് യൂസ് ചെയ്തിട്ട് എനർജി കൺവേർഷൻ ഉദ്ദേശിക്കുന്ന ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണ്, ഫിനാൻഷ്യൽ, അപ്പോൾ ഇത് കുറച്ചും കൂടി വലുതാക്കിയിട്ട് എഴുതിക്കോളൂ. ഇത് ഞാൻ ഏറ്റവും ബ്രീഫായുള്ള രീതിയിൽ നോക്കിയതാണ്. അപ്പോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ വിൻഡ് എനർജി വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യണേ, കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പോവുകയാണെങ്കിൽ, അപ്പോൾ അത് എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും, ഇക്കോ കോൺഷ്യസ് അർബൻ ആൾക്കാർ, അതുപോലെ അല്ലേ, അവരല്ലേ ഇപ്പോൾ ചില വീടുകളിലൊക്കെ നല്ല കാറ്റൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വിൻഡ് മില്ല് സ്ഥാപിക്കാനായിട്ട് പറയില്ലേ, ഓക്കെ എന്ന് പറയില്ലേ. അപ്പോൾ ആ രീതിയിൽ അപ്പം വിൻഡ് എക്കോ കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അതിലേക്ക് വരുന്നുണ്ടാവുക. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവരെ എന്താ പറയുക, കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യുക, റീറ്റെയിൻ ചെയ്യുക, അങ്ങനത്തെ പ്രോഗ്രാംസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ കേട്ടോ. ഓക്കെ, അതുപോലെ ഗവൺമെൻറ് ആയിട്ടൊക്കെ ബന്ധപ്പെടുക, പറയാം റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി എന്ന് പറയുമ്പോൾ, സസ്റ്റൈനബിൾ എനർജി എന്നൊക്കെ പറയുമ്പോൾ ഗവൺമെൻറ് സൈഡിൽ നിന്നൊക്കെ നമുക്ക് സബ്സിഡി കാര്യങ്ങളൊക്കെ കിട്ടില്ലേ, ഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അതുപോലെ കറണ്ട് ബില്ല് കുറയും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആൾക്കാരെ കൺവിൻസ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ല ഗുഡ് മാർക്കറ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അടുത്തത് പറയുന്നത് ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, റെക്കമെൻഡ് ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ. അപ്പോൾ ഇതിൻ്റെ തന്നെ എന്തൊക്കെ വരും, അതിൽ ഇത്ര എക്സ്പെക്റ്റഡ്, ഇത് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇത്ര ഇൻസ്റ്റലേഷൻ കോസ്റ്റ് വരും, അപ്പോൾ ഇത്ര അങ്ങനത്തെ മൊത്തം ഇത്ര ചിലവാകും. അപ്പോൾ അതിൽ നിന്ന് ഇത്ര ഒരു കറണ്ട് യൂസ് ചെയ്യും, കറണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതായി കഴിയുമ്പോൾ നമുക്ക് ഇത്ര അതിൽ നിന്ന് വരുമാനം വരും അല്ലേ. അപ്പം അതിൽ നിന്ന് ഇപ്പോൾ കറണ്ട് ബില്ലൊക്കെ ഇത്ര മാത്രം കുറയും എന്നപ്പോൾ ഒരു വീടുകളിലൊക്കെ ഈ ഒരു വിൻഡ് സ്ഥാപിക്കുകയാണെങ്കിൽ കൺവെൻഷണൽ കറണ്ടിൻ്റെ യൂസേജ് കുറയും ഈ ഒരു കറണ്ട് ആവുമ്പോൾ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊജക്റ്റ് ചെയ്തിട്ട് കാണിക്കുക, ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ.
ദെൻ ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഇയാൾക്ക് ഇത് കണ്ടക്ട് പീരിയോഡിക് കസ്റ്റമർ സർവീസ് ഒക്കെ നടത്തിയിട്ട് അവിടുന്ന് ഈ ഒരു ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് ഇംപ്രവൈസ് ചെയ്യുന്നതിനെയാണ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുക. അപ്പോൾ അടുത്തത് തന്നെയാണ് ആ ഒരു വാച്ചിൻ്റെ കാര്യം തന്നെയാണ് വീണ്ടും ഈ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് സെയിം വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതെന്ന് തോന്നുന്നു. വേറബിൾ ടെക്സ്റ്റ് ആർട്ട് വാണ്ട്സ് ടു ക്രിയേറ്റ് ഫിറ്റ്നസ് ട്രാക്കിംഗ് ഡിവൈസ്. അതിൻ്റെ ഓപ്പറേഷൻ പ്ലാനിനെ പറ്റി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ആ ഓപ്പറേഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ മാനുഫാക്ചർ എങ്ങനെയാണ്, അതിൻ്റെ ലോഞ്ചിങ് എങ്ങനെയാണെന്നുള്ള രീതിയിൽ എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ അത് വാച്ച് തന്നെയാണ് ഫിറ്റ്നസ് ട്രാക്കിംഗ് ഡിവൈസ് അല്ലേ, വേറബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ആർട്ട്. ഇനി അപ്പോൾ അത് എങ്ങനെയാണ് ഓപ്പറേഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താണ് വിത്തിൻ ദ ഓർഗനൈസേഷൻ എങ്ങനെയാണ് അവർ ഡെവലപ്പ് ചെയ്യുക ആ വാച്ച് എന്നുള്ള കാര്യങ്ങളാണ്. പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരിക്കണം, അപ്പോൾ അതിൽ ഹാർഡ്വെയർ സെൻസേഴ്സ് ഒക്കെ വേണ്ടേ, വാച്ചിൽ സെൻസർ വേണ്ടി വരും, ക്ലൗഡ് ബാക്ക്-എൻഡ്, ഇപ്പോൾ ഡാറ്റ ആയിട്ട് ലിങ്ക് ചെയ്യണ്ടേ, എന്നാലല്ലേ നമുക്ക് ഇതിൽ റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെക്കണം കേട്ടോ. ദെൻ മാനുഫാക്ചറിങ് ആൻഡ് സപ്ലൈ ചെയിൻ എങ്ങനെയായിരിക്കണം. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് റിസ്ക് ആണ്. ഐഡൻറ്റിഫൈ ദ റിസ്ക്. അപ്പോൾ എന്തൊക്കെ റിസ്ക് വരാം, ഹാർഡ്വെയർ ഫെയിൽ ആവാം, സോഫ്റ്റ്വെയർ ബഗുകൾ വരാം, സോഫ്റ്റ്വെയർ ഇഷ്യൂസ് വരാമല്ലോ. അപ്പോൾ അതിനെ മിറ്റിഗേഷനായിട്ട് അത് കണ്ടിന്യൂസ് ടെസ്റ്റ് ഒക്കെ ചെയ്യണം. എന്തെങ്കിലും ബഗ്ഗൊക്കെ വരികയാണെങ്കിൽ ക്ലൗഡ് ബേസ്ഡ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് കറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ വേണ്ടേ, അല്ലെങ്കിൽ ഇതൊരു ഫെയിലിയർ ആയി പോവില്ലേ ഈ വാച്ച് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹാർഡ്വെയർ ഫെയിലിയർ വരുമ്പോൾ അതിന് ടെസ്റ്റുകൾ ചെയ്യാം. പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ് ഫേസിൽ നിന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള റെമഡീസ് ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇഷ്യൂസ്, റെമഡീസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നോക്കിയോളോ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബിസിനസ് പ്ലാൻ ന്യൂ ആപ്പ് ബേസ്ഡ് സർവീസ് ടാർഗറ്റ്. അതും അഗെയിൻ ഫിറ്റ്നസിൻ്റെ തന്നെയാണ്. ഫിറ്റ്നസിന് അപ്പോൾ ഇതിൽ ഓരോന്നിനെ പറ്റി എഴുതാൻ പറയുന്നുണ്ട്. മാർക്കറ്റ് അനാലിസിസ്, അതിനെക്കുറിച്ച് കുറച്ചും കൂടി വിശദമായി എഴുതിക്കോളൂ, ഏറ്റവും ബ്രീഫായിട്ട് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ മാർക്കറ്റ് അനാലിസിസ് ഫിറ്റ്നസിന് ഇപ്പോൾ എല്ലാവർക്കും അല്ലേ കൂടുതലും അവർ ഇപ്പോഴത്തെ കറണ്ട് ജനറേഷൻ ഈസ് വെരി ഫോക്കസ് ടുവേർഡ്സ് ദി ഫിറ്റ്നസ്. അപ്പോൾ ആ രീതിയിലൊരു ഡിമാൻഡ് ഓൾറെഡി ഉള്ളതാണ്, മാർക്കറ്റിലുള്ളതാണ്. അപ്പോൾ അതിനെ നോക്കിയിട്ട് ഉള്ള ബേസിൽ നമ്മൾ ആപ്പ് ഡെവലപ്പ് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ പറയാം. ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ഏതൊരു ഏജ് ഗ്രൂപ്പിൽ, ഏത് ജെൻഡർ, ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്, ആ രീതിയിൽ പറയാം കേട്ടോ. ഓക്കെ. ദെൻ ഈ ഓരോ പോയിന്റിനെയും പറ്റി എഴുതണം എന്നാണ് പറയുന്നത് കേട്ടോ. കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ് എന്നൊക്കെ പറയുമ്പോൾ വേറെ ഏതൊക്കെ കമ്പനികളാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് അവർ ജസ്റ്റ് പേരുകൾ ഇട്ടു എന്ന് മാത്രം. അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ വാല്യൂ പ്രൊപ്പോസിഷൻ എന്താണ്, വാട്ട് ഈസ് യൂണിക്നെസ് ഓഫ് യുവർ ഇതുണ്ട്. AI പവേർഡ് ആണെന്നാണ് പറയുന്നത്. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഫിറ്റ്നസ് ഡിവൈസാണ്, ആപ്പാണ് ഇത് ഡിവൈസ് അല്ല, ഇതൊരു ആപ്പാണ്. ആപ്പ് ബേസ്ഡ് സർവീസ് ടാർഗറ്റിംഗ് ഫിറ്റ്നസ് ഒരു ആപ്പാണ്. മൊബൈലിൽ ഉള്ളൊരു ആപ്പ് പോലെ ഇതിൽ വരും നിങ്ങളുടെ ഫിറ്റ്നസിൻ്റെ കാര്യങ്ങൾ. ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണിത്. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൽ ഓരോരോ കാര്യത്തിനെയും പറ്റി പോയിന്റ്സ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 3 വരുന്ന ക്വസ്റ്റ്യൻസും കണ്ടൻസും വരുന്നത്. ഓക്കെ.